അങ്ങനെ നമ്മൾ ഇന്ന് കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള കെസീനോ എന്ന് പറഞ്ഞ ഹോട്ടലാണ് കേട്ടോ. അടിപൊളി ഹോട്ടലാണ്. നല്ല ഒരു ആൻറ്റീക്കായിട്ടാണ് അവരുടെ ഫർണിച്ചേഴ്സും കണ്ടോ, ഫുൾ വുഡ് കൊണ്ടുള്ള നല്ല ഭംഗിയുള്ള ഫർണിച്ചേഴ്സും ഒക്കെ ഉണ്ട്. ഡെക്കറേഷൻസ് ഒക്കെ അങ്ങനെയാണ്. അവരുടെ ഈ പേപ്പർ ലാൻറ്റേൺസും ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി. ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടത് കുറേ വെജ് സാൻഡ്വിച്ചൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാടൻ പഴം പുഴുങ്ങിയത്, പിന്നെ സുഗിയൻ കേട്ടോ. സുഗിയനൊക്കെ ഇപ്പോൾ കഴിച്ചിട്ട് എത്രയോ കാലമായി. പിന്നെ നമ്മുടെ ഉള്ളിവട എനിക്ക് അല്ലെങ്കിലേ ഇഷ്ടമാണ്. അപ്പോൾ ഉള്ളിവടയും സുഗിയനും ഒക്കെ കഴിച്ചിട്ടോ. സുഗിയന് കിട്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ കുറേ കാലമായിട്ടുണ്ട്. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, വാട്ടർമെലണും ഷമാമും പപ്പായയും, പിന്നെ കുറേ സാലഡ്സ് ഉണ്ട്, മുളപ്പിച്ച പയറുണ്ട്, പിന്നെ കുറേ ടൈപ്പ് മിക്സഡ് ആയിട്ടുള്ള ക്യാരറ്റും ഈ കക്കരിക്കയും അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ യോഗേർട്ട് പ്ലെയിൻ ഉണ്ട്, ഫ്ലേവേർഡായിട്ട് പൈനാപ്പിൾ യോഗേർട്ട് ഉണ്ട്. പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട കേട്ടോ. ഉഴുന്നുവടയുടെ പുറം നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ ഭയങ്കര സോഫ്റ്റുമാണ് കേട്ടോ. പിന്നെ നല്ല പൂ പോലത്തെ ഇഡ്ഡലി, ഇങ്ങനെ കയ്യിലിങ്ങനെ പൊട്ടിപ്പോവും, അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയിരുന്നു. പിന്നെ നല്ല കായത്തിൻ്റെ മണമൊക്കെയുള്ള നല്ല അടിപൊളി ഒരു സാമ്പാറുണ്ട്. പിന്നെ ഇടിയപ്പം വേണ്ടവർക്ക് ഇടിയപ്പം ഉണ്ട്, വെജിറ്റബിൾ കുറുമയും ഉണ്ട് കേട്ടോ. പിന്നെ ഇനി നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ കഴിക്കണം എന്നാണ് തോന്നുന്നതെങ്കിൽ നമുക്ക് ഗോബി പറാട്ടയും പിന്നെ ഗ്രീൻ പീസ് മസാലയും ഉണ്ട് കേട്ടോ. പിന്നെ ലൈവായിട്ട് ദോശ, മസാല ദോശ, ഗീ റോസ്റ്റും പേപ്പർ റോസ്റ്റും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്ന ഒരു ലൈവ് ദോശ കൗണ്ടറുണ്ട്. ഈ ദോശയുടെയൊക്കെ കൂടെ കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ചട്നി, ചമ്മന്തിപ്പൊടി ഉണ്ട്, ബീട്രൂട്ട് ചട്നി ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. പിന്നെ കോക്കനട്ട് ചട്നിയും ടൊമാറ്റോ ചട്നിയും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇല്ലാത്ത ഒന്നുമില്ല എന്ന് പറയാം. പിന്നെ ടീയും കോഫിയും ഉണ്ട്, പിന്നെ കുറേ ജ്യൂസുകളുണ്ട് കേട്ടോ. പിന്നെ അവസാനം നമ്മൾ കുറേ കാഷ്യൂ മഫിൻസ് കണ്ടു. പിന്നെ ഈ പഫ്സ് പോലെ ഒരു വെജിറ്റബിൾസ് നിറച്ചതും, പിന്നെ സിനമൺ റോൾസ് ഉണ്ട്. അങ്ങനെ കുറേ ബട്ടറും ജാമും, പിന്നെ ചോക്ലേറ്റ് സ്പ്രെഡ് വേണ്ടവർക്ക് ചോക്ലേറ്റും, പിന്നെ ബ്രെഡുകളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ബ്രെഡുകൾ, വീറ്റ് ബ്രെഡും മിക്സഡ് സീരിയൽസിൻ്റെ ബ്രെഡും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ടൊമാറ്റോ മൊസറല്ല ചീസൊക്കെ വെച്ച് ബേക്ക്ഡ് ടൊമാറ്റോസ് ഉണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ചീസി ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവും. പിന്നെ കുറേ പൊട്ടറ്റോ വെഡ്ജസ് ഉണ്ട്. സാധാരണ ഉണ്ടാവുന്ന പോലെ വെറുതെ ഇങ്ങനെ ഫ്രൈ ചെയ്തതല്ല, നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ. എന്തോ മീറ്റ് മസാല അങ്ങനെ എന്തൊക്കെയോ മസാല ഇട്ടിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള വെഡ്ജസ് ആയിരുന്നു കേട്ടോ. പിന്നെ എഗ് കൗണ്ടറാണ്, അത് മഷ്റൂം സ്മോളായി കട്ട് ചെയ്ത്, പിന്നെ ക്യാപ്സിക്കം, ടൊമാറ്റോസ്, ഓനിയൻസും ചീസും ഒക്കെയുള്ള നമുക്ക് ഇഷ്ടമുള്ള പോലെ, ഇനി ബുൾസയോ മസാല ഓംലെറ്റ് ആണോ, സ്ക്രാമ്പിൾഡ് എഗ് വിത്ത് ചീസോ എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാം. നമ്മളൊരു മസാല ഓംലെറ്റും ഒരു സ്ക്രാമ്പിൾഡ് എഗ് വിത്ത് ചീസൊക്കെ ഓർഡർ ചെയ്തിട്ടോ. പിന്നെ ബേക്കൺ വേണ്ടവർക്ക് ബേക്കൺ ഉണ്ട്. ഇത് ബേക്ക്ഡ് എഗ്സ് ആണ്, ഒരു പ്രത്യേക ഷേപ്പിൽ ബേക്ക്ഡ് എഗ്സ്. ഇത് അധികം കാണാറില്ല, സാധാരണ ബോയിൽഡ് എഗ്സ് ആണ് എല്ലായിടത്തും കാണാം. ഇത് ബേക്ക്ഡ് ആയിട്ടുള്ള എഗ്സ് ഉണ്ട്. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ചെയ്യുന്നു, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ അലിഞ്ഞു പോണ പോലത്തെ ഫ്രഞ്ച് ടോസ്റ്റ് ആയിരുന്നു. പിന്നെ ബേക്ക്ഡ് ബീൻസ്, ഇതെനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതിന് ഞാൻ എടുത്തില്ല. ഫ്രഞ്ച് ടോസ്റ്റൊക്കെ എടുത്തു. ഇതെല്ലാം ബീൻസൊക്കെ കൂടി ഈ സോസൊക്കെ വെച്ച് ബേക്ക് ചെയ്തിട്ട് സോർട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കോൺഫ്ലേക്സും ചോക്കോസും ഒക്കെ ഉണ്ട്. അതിലേക്ക് ഒഴിക്കാൻ വേണ്ടി ഹോട്ട് മിൽക്കോ കോൾഡ് മിൽക്കോ എന്താ വേണ്ട വെച്ചാൽ എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സുഗിയനിലാണ് പിടിച്ചത്. സുഗിയൻ നല്ല ടേസ്റ്റി ആയിരുന്നു. ശർക്കരയും ചെറുപയറൊക്കെ ഇങ്ങനെ അലിഞ്ഞ് ഉരുക്കിയിരിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കുറച്ച് സ്റ്റാർട്ടേഴ്സൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഉഴുന്നുവടയിലേക്ക് കിടന്നു കേട്ടോ. ഉഴുന്നുവടയും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇഡ്ഡലി കേട്ടോ, ഒന്നെടുക്കാൻ നോക്കിയപ്പോഴേക്കും ഇഡ്ഡലി പൊട്ടി പീസായി ചാടി, അത്രയ്ക്ക് സോഫ്റ്റാണ്, ഭയങ്കര ഇങ്ങനെ അലിഞ്ഞു പോകണം. നന്നായി വന്നിട്ടുമുണ്ട്, നല്ല അടിപൊളി ഇഡ്ഡലിയാണ് കേട്ടോ. അങ്ങനെ അതിലേക്ക് നല്ല മണമുള്ള സാമ്പാർ ഒഴിച്ചു. പിന്നെ ചട്നികളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ സാമ്പാറും പിന്നെ വൈറ്റൊക്കെ ആയിട്ടുള്ള കോക്കനട്ട് ചട്നി എടുത്തു, ടൊമാറ്റോ ചട്നി എടുത്തു. അങ്ങനെ എല്ലാതും എടുത്തിട്ട് ഇങ്ങനെ ഇഡ്ഡലിയും ഉഴുന്നുവടയും കഴിക്കാൻ തുടങ്ങി കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ടൊമാറ്റോ ചട്നി അതെ നല്ല രസമുണ്ട്, നല്ല പുളിയും എരിവും ഒക്കെ ഉള്ള ചട്നിയാണ്. കോക്കനട്ട് ചട്നി അതുപോലെ തന്നെ കടലപ്പരിപ്പൊക്കെ അരച്ച നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ചട്നിയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കൂട്ടി ഇതൊക്കെ കഴിച്ചു. ഫസ്റ്റ് തന്നെ ഫിനിഷ് ചെയ്തു, ഇഡ്ഡലിയും വടയൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തു. ഒക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. സാമ്പാറിന് നല്ല മണമുണ്ട്. നല്ല മണം മാത്രമല്ല, മണവും ടേസ്റ്റും ഒക്കെ ഉണ്ട്. ഉഴുന്നുവട അതേപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട, ഉള്ളാണെങ്കിൽ ഭയങ്കര സോഫ്റ്റുമാണ് കേട്ടോ. സാമ്പാറും ചട്നി എല്ലാം കൂട്ടി അതൊക്കെ ഫിനിഷ് ചെയ്തിട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഓംലെറ്റ് വന്നു, മസാല ഓംലെറ്റ് വന്നു. മസാല ഓംലെറ്റ് നല്ല രസമുണ്ട്, ക്യാപ്സിക്കവും മഷ്റൂമും ഒക്കെ ഇട്ട്. ഇത് ചീസ് ഇട്ടിട്ടുള്ള ഒരു ചീസി സ്ക്രാമ്പിൾഡ് എഗ്ഗും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ മസാല ഓംലെറ്റ് കഴിയുമ്പോഴേക്കും അതും വരും. ഇതാണ് ഈ ചീസി സ്ക്രാമ്പിൾഡ് എഗ്ഗ്, അത് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ആ പറാട്ട എടുത്തു, ഗോബി പറാട്ടയും ഗ്രീൻ പീസ് മസാലയും കൂടി എടുത്തു കേട്ടോ. ഈ ഗോബി പറാട്ട ഉള്ളിൽ നല്ല ഗോപിയൊക്കെ വെച്ച് നല്ല സ്പൈസി ആയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെയാണ് കേട്ടോ. കണ്ടോ, നന്നായി ലെയർ ചെയ്തിട്ടുണ്ട്. ആ ലെയറുകളുടെ ഉള്ളിൽ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ആ ഗോപിയും മസാലയും ഒക്കെ ഇങ്ങനെ ഫില്ല് ചെയ്തേക്കാണ്. അത് ആ ഗ്രീൻ പീസ് മസാലയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഗ്രീൻ പീസ് മസാല പണ്ടേ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. പക്ഷേ എപ്പോഴും എവിടെയും കിട്ടാറില്ല, വളരെ റെയർലി മാത്രമേ നല്ലൊരു ഗ്രീൻ പീസ് മസാല കിട്ടാറുള്ളൂ കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഗ്രീൻ പീസ് മസാലയും ഈ പറാട്ടയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്.
ഇത് പിന്നെ ഈ വെജിറ്റബിൾ ഒക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു പഫ്സ് പോലത്തെ ഒരു സാധനം കേട്ടോ. അങ്ങനെ റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തേക്കാണ് തോന്നുന്നു. ഉള്ളിൽ നമ്മൾ വെജ് പഫ്സിൻ്റെ ഒക്കെ ടേസ്റ്റാണ് അതിനുള്ളത്. പിന്നെ നമ്മൾ കാഷ്യൂ മഫിൻ എടുത്തു. ടീ കേക്ക് പിന്നെ വേണ്ടെന്ന് വെച്ചു, സാധാരണ എപ്പോഴും കഴിക്കുന്നതല്ലേ. ഇത് പിന്നെ നമ്മുടെ സിനമൺ റോൾ, ഈ പട്ടയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ സിനമൺ റോൾ നല്ല ഇഷ്ടമാവും. കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു. ഈ കാഷ്യൂ മഫിൻ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ബ്ലൂബെറി മഫിൻസും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഒന്നും കഴിച്ചാൽ പോരാന്ന് വിചാരിച്ചിട്ട് ഫുള്ളൊന്നും എടുത്തില്ല. പിന്നെ വേണ്ടവർക്ക് സാധാരണ നോർമൽ ബ്രെഡും വീറ്റ് ബ്രെഡും ഒക്കെ ഉണ്ട്. ഇതാണ് ഈ പഫ്സൊക്കെ പോലെയുള്ള ഒരു വെജിറ്റബിൾസ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു റോളാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വെജ് പഫ്സൊക്കെ കഴിക്കുന്ന അതേപോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഈ കാഷ്യൂ മഫിനും അതെ, അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഈ സിനമൺ റോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ബേക്ക് ചെയ്തപ്പോൾ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല വീർത്ത് സൂപ്പറായിട്ടുണ്ട്. സിനമണിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള എല്ലാവർക്കും അത് നല്ല ഇഷ്ടമാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഫിനിഷ് ചെയ്തു. കാഷ്യൂ മഫിനും കൂടി കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്കിനി നാളെ ലുലു മാളിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് കൊച്ചി ട്രിപ്പ് അവസാനിക്കണം. അങ്ങനെ നമുക്ക് ലുലു മാളിൻ്റെ വിശേഷങ്ങളുമായി പിന്നെ കാണാം. ഗുഡ് ബൈ.